നിങ്ങളെ ചോദ്യം ഇതാണ്: സാധാരണ പലിശയിൽ നിക്ഷേപിച്ച തുക 6 വർഷം കൊണ്ട് 60% വളർച്ച നേടുന്നു. അതേ പലിശ നിരക്കിൽ 20,000 രൂപയ്ക്ക് 3 വർഷത്തേക്ക് ഡെപ്പോസിറ്റ് ചെയ്താൽ കിട്ടുന്ന കൂട്ടുപലിശ എത്ര എന്നാണ്. അപ്പം ചോദ്യത്തിൻ്റെ ഫസ്റ്റ് സ്റ്റേജിൽ സാധാരണ പലിശയുടെ ഒരു കഥയാണ് പറയുന്നത്. സിമ്പിൾ ഇൻട്രസ്റ്റിനെ പറ്റി പറയുന്ന കഥ ഇതാണ്: 6 വർഷം കൊണ്ട് 60% ഗ്രോത്ത് നേടി. അങ്ങനെയൊക്കെ ഞാൻ ചോദിക്കട്ടെ, 1 വർഷം കൊണ്ട് എത്ര ശതമാനം ഗ്രോത്ത് നേടിയെന്ന് ചോദിച്ചാൽ 60% ഡിവൈഡഡ് ബൈ 6, 10% ഗ്രോത്ത് നേടിയെന്ന് പറയാം. 10% ഗ്രോത്ത് നേടിയെന്ന് വെച്ചാൽ അവിടുത്തെ പലിശ നിരക്കാണ്, റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ഈ പറയുന്ന 10%. ക്ലിയർ ആണോ? ഇനി ചോദ്യത്തിൽ എന്താ പറയുന്നത്? അതേ പലിശ നിരക്കിൽ 20,000 രൂപ കൂട്ടുപലിശ ഡെപ്പോസിറ്റ് ചെയ്യുമ്പോൾ ഉള്ള കഥയാണ്. ഏത് പലിശ നിരക്ക്? ഈ 10% പലിശ നിരക്കിൽ 3 വർഷം കൊണ്ട് കിട്ടുന്ന കൂട്ടുപലിശയാണ് കാണാൻ. ഓക്കെ ആണോ? അപ്പോൾ ഇനി കൂട്ടുപലിശയുടെ ഏരിയാസിലോട്ട് എൻട്രി ചെയ്താലോ? അപ്പോൾ ഇനി കൂട്ടുപലിശയെ പറ്റിയാണ് പറയുന്നത്. 3 വർഷത്തെ ചോദ്യമാണ്. കൂട്ടുപലിശയുടെ കോഡ് ഏത് യൂസ് ചെയ്യാം? 1331. ആദ്യത്തെ കോഡിന് താഴെ നിക്ഷേപിച്ച തുകയായ 20,000 ഇട്ടു. ഇനി എന്താ? 20,000-ൻ്റെ 10%. അടുത്ത സ്ലോട്ടിലോട്ട് 20,000-ൻ്റെ 10% എത്ര? 2,000. 10% കാണാൻ ഒരു സ്ഥാനം മാറ്റിയാൽ പോരെ. ഇനി എന്താ? ഈ 2,000-ൻ്റെ 10% അടുത്ത സ്ലോട്ടിലോട്ട് 2,000-ൻ്റെ 10% എത്രയായി? 200. ഇനി 200-ൻ്റെ 10% അടുത്ത സ്ലോട്ടിലോട്ട് 200-ൻ്റെ 10% എത്രയാണ്? 20. ക്ലിയർ ആണോ? കോഡ് എഴുതി, കോഡിന് താഴെ ക്യാഷ് പ്ലേസ് ചെയ്തു. ഇനി എൻ്റെ കുട്ടികൾ ചെയ്യേണ്ടത് കോഡും ക്യാഷും തമ്മിൽ ഗുണിച്ചെഴുതുക. 20,000 ഇൻറ്റു 1 20,000, 2,000 ഇൻറ്റു 3 6,000, 200 ഗുണം 3 600, 20 ഗുണം 1 20. ഓക്കെ ആണോ? എന്താ ചോദിച്ചിരിക്കുന്നത്? അയാൾക്ക് കിട്ടാൻ പോകുന്ന കൂട്ടുപലിശ എത്രയാണ്? അപ്പം ചെയ്യേണ്ടത് ആദ്യത്തെ സ്ലോട്ട് ഒഴിവാക്കി ബാക്കി 3 സ്ലോട്ടുകളും കൂടെ കൂട്ടി എഴുതുക. അയാൾക്ക് കിട്ടാൻ പോകുന്ന കൂട്ടുപലിശ എത്ര എന്ന് അവിടുന്ന് മനസ്സിലാകും. 6,000-ഉം 600-ഉം 6,600, ആ 20 രൂപയും കൂടെ കൂട്ടി അയാൾക്ക് ഈ പറയുന്ന പലിശ നിരക്കിൽ കിട്ടാൻ പോകുന്ന കൂട്ടുപലിശ എത്ര എന്ന് ചോദിച്ചാൽ 6,620 രൂപയാണ്. ക്ലിയർ ആയോ എൻ്റെ കുട്ടികൾക്ക്? ഓക്കെ അല്ലേ? ശരി, താങ്ക് യു.